ഹണിമൂണിന് തായ്ലൻഡോ മാൽദീവ്സോ പോകണമെന്ന് കരുതിയിരുന്ന ഞങ്ങൾ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പോകേണ്ടി വന്ന പ്ലേസാണ് ആൻഡമാൻ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് അവർ ഹണിമൂൺ വെക്കേഷൻ പാർട്ട് 1. അപ്പം ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ആവുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കും. അപ്പം ചെന്നൈക്ക് ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. വൈകുന്നേരം 3:30 ട്രെയിന് കയറി പിറ്റേന്ന് രാവിലെ 4:45 ഞങ്ങൾ തമ്പാനം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് 8:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11 മണിക്കാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കാൻ നിന്നപ്പോഴാണ് അറിയുന്നത് 2 പേർക്കും 2 അടുത്താണ് സീറ്റ് എന്ന്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള സീറ്റ് മേടിച്ചു. ഒരുമിച്ചുള്ള സീറ്റ് കിട്ടിയത് സന്തോഷം പോലെ തന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ വിൻഡോ സീറ്റിൽ പോകാൻ പറ്റുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പിന്നെ കോഫിയൊക്കെ കുടിച്ചു കൊടുന്നു. എന്താ അല്ലേ, ഒരു കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ തന്നെ അവിടെ നല്ല എക്സ്പെൻസീവാണ്. 10:30 ആയപ്പോഴത്തേക്ക് ബോർഡിങ് സ്റ്റാർട്ടായി. ഞങ്ങളത് ഈ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന എക്സൈറ്റ്മെൻ്റ് ആണ്. 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. ഞാൻ വിൻഡോ സീറ്റ് ഇരിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഫ്ലൈറ്റ്, വിൻഡോ സീറ്റ്, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും ലാൻഡ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെയും കുറച്ച് പേടിക്കാനുള്ള ഇതുണ്ടെന്ന് എന്നോട് ഓൾറെഡി സുബിൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പം ഞാൻ അപ്പോഴേ പേടിക്കാൻ തുടങ്ങി. പക്ഷേ എങ്കിലും എയർ ഇന്ത്യ ആണ്ടോയെന്നറിയില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെയും ടേക്ക് ഓഫ് ചെയ്തു. എനിക്കങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള. ആ ഒരു ഡ്രീം മൊമെൻറ്റിൽ തന്നെ നിൽക്കുകയാണ്, ആ ഒരു പീക്ക് ലെവൽ എക്സൈറ്റ്മെൻറ്റിൽ. താഴെ നിന്ന് മുകളിലേക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം ശരിക്കും ഫ്ലൈറ്റിൽ ഇരുന്ന് കാണുന്ന വ്യൂവും രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം, ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ സംഭവങ്ങൾ എന്നൊക്കെ. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ അല്ലല്ലോ, ശരിക്കും നമ്മളത് റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഒരു വേറെ മൊമെൻറ്റ്. ശരിക്കും മുകളിൽ നിന്ന് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ്. എനിക്ക് ആ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെയും എനിക്ക് നല്ല അടിപൊളിയായിട്ട് വ്യൂസൊക്കെ കാണാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്നപ്പം ഞങ്ങൾ 2 പേരും ഓരോ കോഫിയും ബിസ്ക്കറ്റും മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ലാൻഡ് ചെയ്യാൻ ടൈമിൽ ആൻഡമാൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതിലുപരി ഞങ്ങൾ ലാൻഡിങ് ടൈമിൽ മഴ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മഴ സ്റ്റാർട്ടായി. ഞങ്ങളപ്പം തന്നെ പാനിക്കായി. എന്താല്ലേ, ഞങ്ങളുടെ ഹണിമൂൺ തന്നെ മഴ കൊണ്ടുപോയെന്ന് വിചാരിച്ചു. 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ ബാഗേജൊക്കെ ഞങ്ങൾ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളിത് പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ആൻഡമാനിൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നിയറസ്റ്റ് ഹോട്ടലിൽ നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ വിസിറ്റ് 2:30 ഞങ്ങൾ പക്ഷേ ലഞ്ചൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി, 3 മണിയായി. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള ആൾ കറക്റ്റ് 2:30 ആയപ്പോൾ വന്നു. ഞങ്ങളാണ് പിന്നെയും ഡിലേ ആയത്. ഞങ്ങൾ 3 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്ത ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. കാലാപാനി അഥവാ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്ന ആൻഡമാനിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിലുപരി ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം ശരിക്കും ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നൊരു പ്ലേസായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗൈഡൊക്കെ ഉണ്ട് നമുക്ക് ഈ പ്ലേസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടി. അപ്പോൾ ഗൈഡ് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ആ പ്ലേസൊക്കെ ശരിക്കും ചുറ്റിക്കണ്ടു. ശരിക്കും ഭയാനകമായിട്ട് തോന്നും. ആ ജയിലിൽ ഉള്ളിലെ ആൾക്കാരെ ശരിക്കും അതിനുള്ളിൽ ബ്രൂട്ടലി അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് കഷ്ടമായിട്ട് തോന്നും. അപ്പോൾ ശരിക്കും ആ അനുഭവിച്ച നമ്മുടെ ആ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെ. നമുക്ക് ആ സെല്ലിനുള്ളിലൊക്കെ ആക്സസ് ആണ്, നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാവും. അത്രയും ഒരു ഭീകരമായിട്ടൊരു കാഴ്ചയാണ്. പിന്നെ ഒരുപാട് ഉള്ളിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, ഒരുപാട് ബ്ലോക്കുകളായിട്ട് ഒരുപാട് ജയിലുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ വേണ്ടി കുറേ പ്ലേസുകളുണ്ട്.
സെപ്പറേറ്റഡ് ആയിട്ട് കുറേ ജയിലുകളാണ് മെയിനായിട്ടും ഇവിടെ ഉള്ളത്. നമുക്ക് ആ മുകളിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു 5 മണി വരെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ളൊരു ടൈമുള്ളൂ. 5 മണി കഴിഞ്ഞാൽ എല്ലാവരെയും പുറത്തിറക്കും. പിന്നെ 6 മണിക്കത്തെ ലൈറ്റ് ഷോ കാണിക്കാനാണ് എല്ലാവരെയും പിന്നെ ഉള്ളിൽ കയറ്റത്തുള്ളൂ. 6 മണിക്കത്തെ ലൈറ്റ് ഷോ ആകുമ്പോഴത്തേക്കും നമ്മളെ എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റും. ഓരോരുത്തർക്കും പ്രത്യേകം സീറ്റുകളുണ്ടായിരിക്കും. നമ്മൾ മുന്നേ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ബേസ് ചെയ്തിരിക്കുന്ന സീറ്റുകളായിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്നത്. പിന്നെ ഈ 6 മണിക്കത്തെ ലൈറ്റ് ഷോയിൽ കാലാപാനിയുടെ ഫുൾ ഹിസ്റ്ററി നമുക്കതിൽ അവർ കാണിക്കും. പക്ഷെ നമുക്കവിടെ എന്താ പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ആയപ്പോഴത്തേക്കും നല്ല മഴ സ്റ്റാർട്ടായി. ആ മഴ സ്റ്റാർട്ടായതോട് തന്നെയും നമുക്ക് കറക്റ്റ് ഫുള്ളായി കാണാനൊന്നും പറ്റില്ല. പിന്നെ കാലാപാനിയുടെ ഹിസ്റ്ററി കാണിക്കുന്ന ആ ഒരു ലൈറ്റ് ഷോ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഏതാണ്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ ആൾ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്കാണ് പോകുന്നത്. പിന്നെ നൈറ്റ് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ പാക്കേജിലും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.